ഇന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി പുറത്തിറങ്ങിയിട്ട്. നല്ല ചൂടാണ് പുറത്ത്. ഗൾഫ് കൺട്രീസിലൊക്കെ ഇപ്പം നല്ല ചുട്ട് പൊള്ളുന്ന ക്ലൈമറ്റ് ആയതുകൊണ്ട് പൊതുവേ അങ്ങനെ പുറത്തിറങ്ങാറില്ല. പുറത്ത് പാർക്കിലൊന്നും ഇപ്പോൾ അധികം പോകാറേ ഇല്ല. അപ്പം മോനും ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പോയത് സിറ്റി മോളിലാണ്. സിറ്റി മോളിൽ പോയിട്ട് മോന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്ക് അവൻ്റെ കണ്ണിൽ പ്ലേ സ്റ്റേഷൻ പെട്ടു. പ്ലേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഓക്കെ എപ്പോഴും പുറത്തിറങ്ങാൻ ഇപ്പോൾ പറ്റാറില്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം. കുറച്ച് ചൂട് കുറവുണ്ടെന്ന് കണ്ടപ്പോൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവന് വേണ്ടത്രയും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ജസ്റ്റ് അങ്ങനെ കൂപ്പണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവനെ ഒന്നിലും അധികം സമയമായിരിക്കില്ല. അപ്പോൾ നമ്മൾ കൂപ്പൺ എടുത്തിട്ട് വെറുതെ അത് വേസ്റ്റ് ആവും വിചാരിച്ചിട്ട് അവൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറണം ഇരിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനോരോന്ന് ഓരോ കാറുകളും ബൈക്കുകളും കണ്ടപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവനറിയില്ല കേട്ടോ ഇങ്ങനെ കൂപ്പൺ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അവനറിയില്ല. അവൻ തന്നെയാണ് കളിക്കുന്നതെന്നുള്ള പോലെയാണ് അവൻ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് റിലാക്സും ആയിരുന്നു. കാരണം അവന് എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ ഉമ്മാൻ്റെ കൂടെ ഞാൻ എടുക്കണം, ഇനി സ്ട്രോളറിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോളർ ഞാൻ പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് ഓരോ മൂഡുകളാണെന്ന് പറയില്ലേ. ഇന്ന് ഫുള്ള് പക്ഷേ അബ്ബൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അബ്ബ കണ്ണിൻ്റെ ഫ്രണ്ട് നമ്മളെ കണ്ണിൽ നിന്ന് മറയുമ്പോഴേക്ക് അവൻ അബ്ബനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവൻ അബ്ബനെ ഫുള്ള് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണണമെന്നുള്ള രീതിയിൽ അവനെല്ലാം നടന്നിട്ട് ഓരോന്നോരോന്ന് മാറി മാറി അബ്ബൻ്റെ കയ്യിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫറൻസോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ.